الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك فيمكرون ويمكر الله والله خير الماكرين ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് പല ഗവർണർമാരെയും പല ഭാഗത്തേക്കും നിയോഗിക്കുക പതിവുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇറാഖിലെ ബസ്റയിലെ ഗവർണർ. വാലി എന്നാണ് അറബിയിൽ പറയാം. ആ സമയത്ത് ഒരു പ്രത്യേകമായ തീയതി ഉണ്ടായിരുന്നില്ല, ഡേറ്റ്. പഴയ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിന്റെ മുമ്പ് തന്നെ വ്യത്യസ്തമായ സംഭവങ്ങളാണ് അവർ തീയതി നിശ്ചയിക്കാൻ കണ്ടിരുന്നത്. ഹർബുൽ ഫിജാർ അതിന്റെ ഒരു ഭാഗം. ഹർബുൽ ഫിജാർ ജാഹിലിയത്തിൽ നടന്ന ഒരു ഗോത്ര കലാപമാണ്. അതുപോലെ തന്നെ ആമുൽ ഫീൽ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള ചരിത്രം. അത് അബ്റഹത്ത് ആനയുമായി കഅബ തകർക്കാൻ വന്ന സംഭവം. അതൊരു വലിയ സംഭവമായിരുന്നു. റസൂലുള്ളാഹിന്റെ ജനനമൊക്കെ കണക്കാക്കുന്നത് ആമുൽ ഫീലിന്റെ ഇത്ര വർഷം. ഇതിങ്ങനെ തുടർന്ന് പോന്നു ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്. ഇപ്പൊ നമ്മളും പറയേണ്ടത് കൊറോണ കാലം അല്ലെ, അതൊരു വലിയ സംഭവം. കൊറോണയുടെ മുമ്പ് കുട്ടികൾ അങ്ങനെ ഇരുന്നു, കൊറോണയ്ക്ക് ശേഷം ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. കൊറോണന്റെ മുമ്പ് നമുക്കൊരു ഡേറ്റ് നിശ്ചയിക്കാം. പക്ഷെ പണ്ടത് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോ ഗവർണർ അബൂ മൂസൽ അശ്അരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. നിങ്ങൾ ഓരോ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ആവശ്യപ്പെടും. അത് ശഅബാന് തീർക്കണം, റമളാന് തീർക്കണം. ശഅബാനും റമളാനും ഒക്കെ ആദ്യം മുതൽ തന്നെ ഉണ്ട്. മുൻദു ഖലഖസ്സമാവാതി വൽ അർദ്, ആകാശഭൂമി രൂപം കൊണ്ടത് മുതൽ തന്നെ അറബി മാസങ്ങളുണ്ട്. മുഹറം ഉണ്ട്, സഫർ ഉണ്ട്, റബീഉൽ അവ്വൽ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഡേറ്റ് ഇല്ല. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഒരു യോഗം ചേരുക. പ്രമുഖരായ സഹാബികളൊക്കെ വെച്ച് വിളിച്ചുകൂട്ടി. ഇങ്ങനെ ഈ ഡേറ്റ് പദ്ധതി പൂർത്തിയാക്കാൻ, ഷഅബാന് പൂർത്തിയാക്കണം. അത് കഴിഞ്ഞ ഷഅബാനാണോ വരാൻ പോണ ഷഅബാനാണോ അതിന്റെ അടുത്ത ഷഅബാൻ അറിയില്ല. അതുകൊണ്ട് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ അവരെല്ലാവരും യോഗം കൂടിയിട്ട് പലരും ആവശ്യപ്പെട്ടു നമുക്കൊരു ഡേറ്റ് നിശ്ചയിക്കാം. അപ്പൊ ചിലര് പറഞ്ഞു അങ്ങനെ തന്നെ തുടർന്നാൽ മതി. ചിലര് പറഞ്ഞു നമുക്ക് റസൂലുള്ളാഹിയുടെ ജന്മദിനം ആക്കാം. ചിലര് പറഞ്ഞു റസൂലുള്ളാഹിന്റെ നുബുവത്ത് ആക്കാം. അങ്ങനെ അവസാനം ഒരഭിപ്രായം വന്നു, അത് റസൂലുള്ളാഹിയുടെ ഹിജ്റ മുതൽ ആക്കാം. ഇത് സംഭവിക്കുന്നത് ഹിജറയുടെ ഏറെക്കുറെ 17ാമത്തെ വർഷം. ഹിജറയുടെ 17ാമത്തെ വർഷമാണ് ഇത് നടക്കുന്നത്.
അങ്ങനെ അന്ന് മുതൽ ഹിജ്റ ഒരു ബേസിക് ആയിട്ട് തീരുമാനിച്ചു. ഹിജ്റ വർഷം ബേസിക് ആയി തീരുമാനിച്ചു. അതാണ് നമ്മളിന്ന് AH എന്ന് പറയുന്നത്, ആഫ്റ്റർ ഹിജ്റ. പിന്നെ ഖബ്ലൽ ഹിജ്റ ഉണ്ട്, ബിഫോർ ഹിജ്റ. ഇംഗ്ലീഷ് മാസമാകുമ്പോഴാണ് നമ്മളത് പിന്നെ അന്നാ ഡൊമിനി എന്ന് പറയുന്ന AD യും ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന പിന്നെ ക്രിസ്തുത്വത്തിന് മുമ്പ് അല്ലെങ്കിൽ ക്രിസ്തുവിന് മുമ്പ് എന്ന് പറയുന്നത് കണക്കാക്കുന്നത്. അത് സൂര്യവർഷമാണ്, ഇത് ചന്ദ്രവർഷമാണ്. അങ്ങനെ തീരുമാനിച്ചു. പിന്നെ പ്രശ്നം ആദ്യത്തെ മാസം ഏതാക്കണം എന്നതായി. മുഹറം വന്ന ഒന്നാമത്തെ മാസമല്ല. അങ്ങനെ തീരുമാനം വന്ന് ചർച്ച വന്ന അവസാനം ജനങ്ങളൊക്കെ ഹജ്ജ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നത് ദുൽഹജ്ജ് മാസത്തിലാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ മുഹറത്തിലാണ് അവർ പിരിഞ്ഞു പോകുക. ഹജ്ജിന് വന്നാൽ മുഹറാകുന്നതോടുകൂടെ അവരൊക്കെ പിരിഞ്ഞു പോകും. അതുകൊണ്ട് അവസാനത്തെ മാസം ദുൽഹിജ്ജ് ആവട്ടെ, ഒന്നാമത്തെ മാസം മുഹറം ആവട്ടെ എന്ന് കണക്കാക്കുകയാണ്. അവിടെ മുതലാണ് ഇസ്ലാമില് അറബി തീയതി രൂപപ്പെട്ടു വരുന്നത്. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ്. അങ്ങനെ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദുൽ ഊല, ജുമാദുൽ സാനിയ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, ഇങ്ങനെ 12 മാസങ്ങൾ അവിടെ നിജപ്പെടുത്തുകയാണ്. അവര് മഹത്തായ സംഭവം എന്ന നിലക്കാണ് ഹിജ്റയെ അവർ തെരഞ്ഞെടുത്തത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർബന്ധമാണ്. മുസ്ലിമിന്റെ ഹജ്ജ്, അതുപോലെ അറഫ നോമ്പ്, പെരുന്നാള്, അതുപോലെ പിന്നെ ത്വലാഖിന്റെ വിഷയത്തില്, മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, സ്ത്രീകളുടെ ആർത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അവരുടെ ഇദ്ദ, അവരുടെ ശുദ്ധി, ഇതെല്ലാം കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ അറബി മാസപ്രകാരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയില്ല ഏതാ വർഷം എന്ന് ജോലി ചോദിച്ചാൽ കുട്ടികൾക്കൊന്നും ഏതായാലും അറിയില്ല, നമുക്കറിയൊന്നും അറിയില്ല. നമുക്ക് ആകെ അറിയാം റമദാൻ മാസം അറിയും, പിന്നെ പെരുന്നാൾ വരുമ്പോൾ അറിയും, പിന്നെ മുഹറം 10 വരുമ്പോഴും അറിയും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ ദീനുമായി മതവുമായി ബന്ധപ്പെട്ട വർഷമാണ് ഹിജ്റ വർഷം. അതിപ്പോ 1445. 2 ദിവസം കൂടി കഴിഞ്ഞാല് വലിയ വീട്ടിയൊന്നും പൊട്ടിക്കാതെ, പടക്കം പൊട്ടിക്കാതെ, ആരും അറിയില്ല, എന്നെ സമാധാനം. അത് 1446 ആയി മാറുകയാണ്. ഹിജ്റ 1446. അപ്പൊ ഹിജ്റ എന്നത് ഒരു വലിയ സംഭവമാണ്, ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തുകയാണ്. ഒരൊറ്റ മുസ്ലിമും ഇല്ലാത്ത പ്രദേശത്താണ് റസൂലുള്ള ദഅവത്ത് നടത്തുന്നത്. എല്ലാവരും ശത്രുക്കളായി മാറാണ്. മറ്റൊന്നും കൊണ്ടല്ല, വളരെ വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് റസൂല്. ദഅവത്ത് പറഞ്ഞു, അല്ലെങ്കിൽ അള്ളാനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞു. അള്ളാനെ അറിയാത്തവരല്ല അവരൊന്നും, അള്ളാനെ അറിയാം. അള്ളാഹു ഏകനാണ് എന്നറിയാം. പക്ഷെ അതോടൊപ്പം പലരെയും പങ്കു ചേർക്കുന്ന ഒരു ഖൗമ്, അവരോട് ദഅവത്ത് നടത്തിയതാണ് റസൂലുള്ള ചെയ്ത തെറ്റ്. അപ്പൊ റസൂലുള്ള അവരുടെ കൂട്ടത്തിൽ അനഭിമതനായി മാറുകയാണ്. അതിനുശേഷം ഒരു പൊറുതിയില്ല, ഒരുപാട് ആളുകളെ ദ്രോഹിച്ചു. റസൂലുള്ളാഹിനെ ദ്രോഹിച്ചിട്ടുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ദ്രോഹിച്ചിട്ടുണ്ട്. ചെരുപ്പെടുത്ത് അടിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ മുഖത്ത് ചെരുപ്പിന്റെ പാടുണ്ടായിരുന്നു. അമ്മാർ ഇബ്നു യാസിർ കുടുംബം, ബിലാൽ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, ഇവരെല്ലാവരെയും മർദ്ദിച്ച് പ്രയാസപ്പെടുത്താൻ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ റസൂലുള്ളാഹി അല്പം ആശ്വാസം കിട്ടാൻ വേണ്ടി ആദ്യം പോയത് ത്വായിഫിലേക്കാണ്. മക്കയിൽ നിന്ന് 100 കിലോമീറ്റർ അടുത്താണ്, 100 കിലോമീറ്റർ ദൂരെയുള്ളൂ. അവിടെ പോയി ത്വായിഫ്. അവിടുന്ന് കുടുംബക്കാരെ രക്ഷപ്പെടുത്തി വിചാരിച്ചപ്പോ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള സംഭവങ്ങളാണ് തിരിച്ചുപോയി. പിന്നീട് റസൂലുള്ള അങ്ങനെ മക്കത്തേക്ക് ഓരോരുത്തർ വരും. അന്ന് ഹജ്ജുണ്ട് കേട്ടോ, ഹജ്ജുണ്ട്. ഓരോരുത്തർ വരുമ്പോഴും അന്വേഷിക്കും എവിടേക്കെങ്കിലും പോയി മാറി താമസിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ. അങ്ങനെ അവസാനം ഹബ്ഷയിലേക്ക് പോയി, എന്ന് പറഞ്ഞ എത്യോപ്യ എന്ന് പറയുന്ന എത്യോപ്യയിലേക്ക് പോയി. അവിടെ ഒരു നല്ല രാജാവ് ഉണ്ട് എന്ന് കേട്ടിട്ട് അവിടെ 1-2 കൊല്ലം അവിടെ നിന്നു. 5-10 ആളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മക്കത്ത് സ്ഥിതി ഏറെക്കുറെ ശാന്തമായിട്ടുണ്ട് എന്നൊരു പ്രചരണം. അത് കേട്ട് വീണ്ടും മക്കയിലേക്ക് തന്നെ മടങ്ങി വന്നു. പക്ഷെ മക്കത്ത് അത് ദുഷ്പ്രചരണമായിരുന്നു.
ചതിയായിരുന്നു. വീണ്ടും ഹബിഷയിലേക്ക് തന്നെ പോയി. അപ്പോൾ 80 ചില്ലാനം ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ റസൂലുള്ള ഒരു നല്ല സ്ഥലം അന്വേഷിച്ചു കൊണ്ടിരുന്നു. വീണ്ടും അവിടുന്ന് വന്നു. അങ്ങനെ ഇരിക്കെയാണ് മദീനത്ത് നിന്ന് ഔസ് ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ഹജ്ജിന് വരുന്നത്. അവരുമായി റസൂലുള്ള പരിചയപ്പെട്ടു, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവർക്ക് അപ്പൊ ഒരാളെ ഇത് പഠിപ്പിക്കാൻ വേണമെന്ന് പറഞ്ഞു. മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ മദീനത്ത് കയക്കാൻ ദായിയായിട്ട്, പ്രബോധകനായിട്ട്. മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിടെ പ്രബോധനം നടത്തിയതിന്റെ ഫലമായിട്ട് കുറെ ആളുകൾ മദീനത്ത് മുസ്ലിങ്ങളായി മാറി. അപ്പൊ ഓരോരുത്തരായിട്ട് ഇവിടുന്ന് ഹിജ്റ പോകാൻ, ഓരോരുത്തർ ഹിജ്റ പോകാൻ തുടങ്ങി. രഹസ്യമായിട്ട് ഹിജ്റ പോകും. കാരണം പരസ്യമായിട്ട് പോയാ അവര് കൊല്ലും. പരസ്യമായിട്ട് ഹിജ്റ പോയ ആളുണ്ടായിരുന്നു, അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഹിജ്റ പോകുമ്പോ എല്ലാവരും വന്ന് തടഞ്ഞു. ആലോചിച്ച് നോക്കണം, നിങ്ങൾ ചരിത്രം ഒന്ന് വായിക്കണം കേട്ടോ, ഇതിന്റെ ഒരു ഭാഗമായിട്ട്. കുറച്ചേ പറയാൻ പറ്റും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് യതീം മക്കൾ ഉണ്ടാവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ നേരിട്ടാ മതി എന്ന് പറഞ്ഞു. ധൈര്യം നോക്കി, നിങ്ങൾക്ക് യതീം മക്കൾ ഉണ്ടാവണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ടോളി, ഇല്ലെങ്കിൽ എന്നെ പോകാൻ അയച്ചോളി എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വാക്കാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒക്കെ പോയി, പിരിഞ്ഞുപോയി. ആരും പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു എതിർക്കാൻ വന്നില്ല. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരുപാട് പ്രാവശ്യം വന്ന് നബിയോട് ചോദിക്കും, നബി പോട്ടെ. നബി പറയും, പോണ്ട, എനിക്ക് പോകാനായിട്ടില്ല. പലരും പോയി. അബൂ സലമ പോയി. ഉമ്മു സലമയെ പോകാൻ ഒരുങ്ങിയപ്പോ ഉമ്മു സലമന്റെ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങളെയാണ് ഉമ്മു സലമ കൊണ്ടാകാൻ പാടില്ല. കുട്ടിയുണ്ട്, ആൺകുട്ടിയുണ്ട്, പെൺകുട്ടിയുണ്ട്. പെൺകുട്ടിനെ കൂടെ വിട്ടു. അപ്പൊ അബൂ സലമന്റെ ആളുകൾ പറഞ്ഞു, ഞങ്ങളെയാണ് ആൺകുട്ടി, അതിനും കൊണ്ടാകാൻ പാടില്ല. പിടിയും വലി ഉണ്ടായി. പിടിച്ചു വലിച്ച് ആൺകുട്ടിയുടെ തോളെല്ലാം ഇടിഞ്ഞു പോന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. വലിയ മൽപ്പിടുത്തുണ്ട്, കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മാത്രം പോയി എന്നാണ്. അത് ഹിജ്റയിൽ നടന്ന ഒരു വലിയ സംഭവമാണ്. അതൊക്കെ ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോ NRC നമ്മുടെ പ്രധാനമന്ത്രി നടപ്പാക്കുന്നു പറഞ്ഞപ്പോ തന്നെ നമുക്ക് ചില ആൾക്കാർക്ക് ഒരു കാര്യമില്ല, നമ്മളത്തെ റെക്കോർഡും രേഖയും ഒക്കെ ക്ലിയറാണ്. എന്നാൽ തന്നെ നമുക്കുണ്ടായ പേടി, ഇവിടുന്നേറ്റ് പോകേണ്ടി വരുമോ? ഓരോരുത്തർ ആധാരം തപ്പലും അടിയാധാരം മാന്തലൊക്കെ ആയിട്ട് എന്തൊക്കെ ബേജാറായിരുന്നു, എത്ര സമരങ്ങളായിരുന്നു. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് സുന്നി മുജാഹിദും ജമാഅത്തൊക്കെ പാടെ ഒറ്റ കട്ടയിട്ടിരുന്നിട്ട് അതിനെതിരെ എന്തൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാക്കി. എന്താ പ്രശ്നം? ഒരു കണക്കെടുക്കാൻ പോണുള്ളൂ, പോകാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു കണക്കെടുക്കാൻ പറഞ്ഞപ്പോഴേക്കന്നെ നമ്മുടെയൊക്കെ ഒരു ബേജാറ്. അതാണ് ജന്മസ്ഥലം, ഇത് നമ്മുടെ രാജ്യമാണ്. നമ്മൾ പ്രസവിക്കപ്പെട്ട് ജീവിച്ച് വളരുന്ന രാജ്യത്തുനിന്ന് പോകുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമാണ്. അതിനെ സുന്ദരമായി സഹിച്ചിട്ടാണ് ശത്രുക്കളുടെ മർദ്ദനം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഓരോരുത്തർ മദീനത്തേക്ക് പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. റസൂലുള്ളാഹി അവസാനം പോകുമ്പോ പറഞ്ഞൊരു വാക്കാണ്, മക്കയോട് തിരിഞ്ഞു നിന്നുകൊണ്ട് പറയാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം നീയാണ്. അഹബ്ബൽ ബിലാദി ഇലയ്യ അൻതി അഹബ്ബുൽ ബിലാദി ഇലയ്യ. മക്കയോട് പറയാം, നീയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. എന്റെ കൗമ് നിന്നിൽ നിന്ന് എന്നെ അകറ്റിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ വിട്ടു പോകില്ല. ആലോചിക്കി, വേറെ ഏത് രാജ്യത്ത് പോയിട്ട് ഏത് സ്വർഗം കിട്ടിയിട്ടും കാര്യമില്ല, സ്വർഗീയ ജീവിതം കിട്ടിയിട്ടും കാര്യമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ നെടുമ്പരയാണെങ്കിൽ നെടുമ്പര, അയാൾക്ക് വരാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാവും, പോകാൻ തോന്നൂല. കണ്ടിട്ടില്ലേ, മക്കളൊക്കെ വലിയ പെര കയറ്റും, 2ഉം 3ഉം തട്ടൊക്കെ ഉള്ള ഇഷ്ടം പോലെ ഓരോ റൂമിലും 2 ബാത്റൂമൊക്കെ ഉള്ള പെരൊക്കെ കയറ്റിയാലും ഓരോ വാപ്പയോടെയെന്ന് വെച്ചാൽ കാണാൻ ഒരു നെടുമ്പരയില് അല്ലെങ്കിൽ ഒരു ഓടിട്ട ഒരു പഴയ പെരയില് അവിടെ തലക്കുംഭാത്ത് ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ വെച്ച് അത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കെട്ടിമറിച്ച്. നമ്മളിങ്ങനെ പറയും, ഇവന്റെ വാപ്പയാണോ ഇപ്പൊ ഈ കിടക്കണമെന്ന് തോന്നിപ്പോവും. ആ വാപ്പാക്ക് പോകാൻ തോന്നൂല. ആ വാപ്പ ഉണ്ടാക്കിയ പേര അത് എത്ര ചെറുതാണെങ്കിലും ആ വാപ്പാക്ക് അവിടെ തുപ്പണം തോന്നിയ തുപ്പ, ഒന്ന് മൂത്രമൊഴിക്ക. മകന്റെയും മരുവളും വീട്ടിൽ പോയാല് അവിടെ തുപ്പാൻ പറ്റൂല. വാപ്പാക്ക് തോന്നിയാൽ അവിടെ തുപ്പാൻ പറ്റൂല. വാപ്പ വിചാരിച്ച അവിടെ മൂത്രം പോകാൻ പറ്റൂല. കർശന നിയമങ്ങൾ ഉണ്ടാവും. മരുവള്ള വകയും മകന്റെ വകയൊക്കെ. എത്ര സ്നേഹം പറഞ്ഞിട്ട് കാര്യമില്ല.
അതൊക്കെ വെറും ബഡായിയാണ്. പക്ഷേ അവനാന്റെ ആ സ്ഥലം, ആ ഒരു സ്വസ്ഥത എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സ്വസ്ഥതയാണ്. അപ്പൊ അല്ലാഹു വഹയിറക്ക ഇന്നാല റാദ്ദുക ഇലാ മആദ്, നബിയെ നിങ്ങൾ എങ്ങോട്ടൊന്ന് തിരിച്ചു കൊണ്ടുവരും എന്നൊരു സമാധാനത്തിന്റെ വഹയിറങ്ങിയപ്പോഴാണ് പിന്നെ മക്കം ഫതഹിൻ ഉണ്ടായി. റസൂലുള്ളാഹി അവിടുന്ന് പോകുന്നത്. സുഹൈബുർ റൂമി, അദ്ദേഹം അങ്ങനെ അറിയപ്പെടുക, റോമക്കാരൻ എന്ന് അറിയപ്പെടുക. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇറാഖുകാരനാണ്. അവിടെ ഒരു അടിമയായിട്ട് റോമ കലാപുണ്ടായപ്പോ റോമക്കാര് പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തെ റോമി എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. റോമക്കാരൻ എന്ന പേരിൽ അറിയപ്പെടുക. വളർത്തിണ്ടാക്കി പിന്നെ അദ്ദേഹം മദീനയുടെ അടുത്ത് വന്ന് താമസാക്കി. റസൂലുള്ളാഹി ദഅവത്ത് തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹിൽ വിശ്വസിച്ചു സുഹൈബുർ റൂമി. അദ്ദേഹത്തെ ചരിത്രം വളരെ പ്രധാനമാണ്. ഹിജ്റ പോകാൻ തടഞ്ഞു. എല്ലാവരും ഒന്നിച്ച് അദ്ദേഹത്തെ തടഞ്ഞപ്പോ അദ്ദേഹം ഒരു ഉയർന്ന പ്രദേശത്ത് കയറി നിന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ 20 അമ്പുണ്ടായിരുന്നു. 20 അമ്പ്. അദ്ദേഹം ഒരൊറ്റ പ്രസംഗമാണ്, എന്റെ അടുത്ത് 20 അമ്പുണ്ട്, ഈ നാട്ടിലെ ഏറ്റവും വലിയ അമ്പെയ്ത്തുകാരൻ ഞാനാണെന്ന് നിങ്ങൾക്കറിയാം. 20 ആളെ കൊല്ലാതെ ഒരിക്കലും ഞാൻ ഇവിടുന്ന് പോകില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. 20 ആളെ ഞാൻ കൊല്ലും. അതുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കാണ്. ഞാനൊരു 20 ആളെ കൊന്നിട്ട് കൊല്ലുന്ന ഉറപ്പാണ്, പക്ഷെ ഞാൻ 20 ആളെ വധിച്ചിട്ട് നിങ്ങൾക്കോ എനിക്കോ പ്രയോജനം ഉണ്ടോ ചോദിക്കാൻ. അവര് പറഞ്ഞു പ്രയോജനമില്ല, മുതലൊന്നും കൊണ്ടാകാൻ പാടില്ല. അദ്ദേഹം അവിടുന്ന് പ്രഖ്യാപിച്ചു, എന്റെ എത്ര സ്വർണം ഇന്നാളെ വീട്ടിലുണ്ട്, എന്റെ ഇത്ര ആടുകൾ ഇന്നാളെ മേക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, എല്ലാം നിങ്ങൾ എടുത്തോളൂ, എല്ലാം എടുത്തോളൂ, ഞാൻ പോകാൻ, നിങ്ങൾ ഫ്രീ ആയിട്ട് പോകാൻ അനുവദിച്ചാൽ മതി. അതാണ് ഹിജ്റ. അല്ലാഹു ഖുർആനിൽ പറയാ, അൽ ബഖറയിൽ വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. രണ്ട് കൂട്ടർ ആളുകളെ പറയുന്നുണ്ട്. ഒരു വിഭാഗം ഇങ്ങനെ ബടായി പറഞ്ഞു കൊടുക്കും, ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്യും, ഒന്നും നിറവേറ്റൂല, നമ്മൾ കാണുന്ന പോലെ തന്നെ. പക്ഷേ ചില മനുഷ്യന്മാരുണ്ട് ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചിട്ട് എല്ലാം തന്റെ ശരീരത്തെ തന്നെ വിറ്റുകൊടുക്കുന്ന ആളുകളുണ്ട്. അവരോട് അള്ളാഹ്ക്ക് കാരുണ്യമുണ്ട്. അത് സുഹൈബുർ റൂമിയുടെ പേരിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്ത് എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ അങ്ങനെയാണ് സുഹൈബുർ റൂമിയുടെ പോക്ക്. ഓരോരുത്തരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വലിയ വലിയ സംഭവങ്ങൾ. റസൂലുള്ളാഹിക്ക് പോകണം, പക്ഷെ ഓർഡർ കിട്ടിയിട്ടില്ല. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകാനുള്ള ഓർഡർ കിട്ടി. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു നട്ടുച്ചക്ക് ചെന്നിട്ട് റസൂലുള്ള പറയാ, ആ സമയത്ത് വന്നാൽ തന്നെ പ്രശ്നമല്ലോ. നമുക്കറിയാം, ആ സമയത്ത് ഒരു ഫോൺ റിങ് ചെയ്താൽ ഇപ്പൊ രാവിലെയൊക്കെ 3 മണി 4 മണിക്കൊക്കെ ഒരു ഫോൺ വന്നാൽ നമുക്കറിയാം അതൊരു മരണ വാർത്തയായിരിക്കാം. ആയിഷ ബീബി ആ സമയത്ത് റസൂലുള്ള കയറി വരിക, ഉച്ചക്കാന്നാ പറഞ്ഞു. വന്നിട്ട് കുറച്ചേരൊക്കെ അവിടെ നിന്നു. പിന്നെ പറഞ്ഞു കുട്ടികളൊക്കെ ഒന്ന് മാറ്റി നിർത്തി. അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിന്റെ കുട്ടികൾ അങ്ങളെയും കൂടി കുട്ടികളാണ്, എന്റെ കുട്ടികൾക്ക് അത്ര ഫീലിംഗും പ്രശ്നമൊന്നുമില്ല, എന്താ പറയാള് വെച്ചാൽ കാര്യം പറഞ്ഞോളൂ പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, എനിക്ക് പോകാൻ സമ്മതം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അബൂബക്കർ പറഞ്ഞു, സുഹ്ബത്ത് യാ റസൂലല്ലാഹ്, ഞാനുണ്ട്. അവിടുന്ന് അബൂബക്കർ റളിയല്ലാഹു ഭയങ്കരമായിട്ട് കരഞ്ഞു എന്നാ പറഞ്ഞു. ആയിഷ ബീബി പിന്നെ രേഖപ്പെടുത്തുന്നുണ്ട്, സന്തോഷം കൊണ്ട് ഒരാള് കരഞ്ഞത് അതിന്റെ മുമ്പോ ശേഷമോ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അത്ര നല്ല കരച്ചില്, അത്രക്കധികം കരഞ്ഞു. എന്തിന് ഹിജ്റ പോകാനേ. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, എന്റെ 2 ഒട്ടകം റെഡിയാണ്, നമുക്ക് പോകാം. അങ്ങനെ അവിടുന്ന് പോകാൻ തീരുമാനിച്ചു. രാത്രി ആയപ്പോ എല്ലാവരും ഇതിങ്ങനെ മണത്തറിഞ്ഞുകൊണ്ടേയിരിക്കും, ഇനി ആരും പോകാൻ പറ്റില്ല, റസൂൽ മുഹമ്മദ് ഇവിടുന്ന് പോകാൻ പാടില്ല, ഒന്നുകിൽ മുഹമ്മദിനെ കൊല്ലണം. കൂടി ആലോചിച്ചു, ഒന്നുകിൽ മുഹമ്മദിനെ കൊല്ലണം, അല്ലെങ്കിൽ ബന്ധനസ്ഥനാക്കണം, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കണം. കൊന്നാൽ നാട്ടുകാരെ നമ്മളെ വിടൂല, ബന്ധനസ്ഥനാക്കിയാൽ അതുകൊണ്ടും വലിയ പ്രയോജനമൊന്നുമില്ല, ഇവിടുന്ന് പുറത്താക്കിയാൽ അവിടെ പോയിട്ട് വിത്തലുണ്ടാക്കും. അതുകൊണ്ട് ഒരൊറ്റ മാർഗ്ഗേ ഉള്ളൂ, ഹാഷിം കുടുംബത്തെ ഒന്നടങ്കം നേരിടണം. തീരുമാനത്തിലെത്തി. എല്ലാ കുടുംബത്തിൽ നിന്നും എല്ലാ കബീലയിൽ നിന്നും ഓരോരുത്തരെ തയ്യാറാക്കി. എന്താ പിന്നെ ഒന്നുകിൽ ഫിദിയ കൊടുത്ത് രക്ഷപ്പെടാ, ദിയാമണി അറിയാലോ, ബ്ലഡ് മണി, അത് കൊടുത്ത് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാ ഒന്നിച്ചേൽക്കാം എന്ന് പറഞ്ഞിട്ട് ഓരോ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തർ ഏർപ്പാടാക്കിയിട്ട് വീട് വളയാനൊക്കെ പറഞ്ഞ സംഭവമാണ്. വീട് വളയാൻ വേണ്ടി ഏർപ്പാടാക്കി. ഇത് വഹയിലൂടെ അള്ളാഹ് അറിയിച്ചു റസൂലിനെ. ആ ഞാൻ ഓതിയ ആയത്ത്, വൈദ് യംകുറു ബിക്കല്ലദീന കഫറു, അവിശ്വാസികൾ നിനക്കെതിരെ തന്ത്രങ്ങൾ മെനയുന്നു.
ലിസ്ബിതൂക നിന്നെ ബന്ധനസ്ഥനാക്കാൻ, ഔ യഖ്തുലൂക നിന്നെ കൊന്നുകളയാൻ, ഔ യുഖ്രിജൂക അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് പറഞ്ഞേക്കാൻ, നാട് കടത്താൻ. വയംകുറൂന വയംകുറുല്ലാഹ് അല്ലാഹുവും തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. വല്ലാഹു ഖൈറുൽ മാകിരീൻ ഏറ്റവും വലിയ തന്ത്രം മെനയുന്നവൻ അള്ളയാണ്. അല്ലാഹ് അതിനൊക്കെ മറികടക്കുന്നത്. വഹി കിട്ടിയപ്പോ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് അവിടെ കിടക്കാൻ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ സ്ഥാനത്ത് കിടക്കാൻ പറഞ്ഞ് റസൂലുള്ള അവിടുന്ന് പോയി. ഇവരൊക്കെ കാത്തുനിന്നു. നേരം വെളുത്തോക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു ആണ്. ലേശം മണ്ണൊക്കെ വാരിട്ട് പോയി എന്നൊക്കെ ചെറുത്ത് കാണാം. പക്ഷെ അലി റളിയല്ലാഹു അൻഹു കൊന്നില്ലട്ടോ. അതൊക്കെ അവരുടെ ചില നീതി ന്യായ ബോധങ്ങളാണ്. ആരെയാണോ ഉദ്ദേശിക്കുന്നത്, ആരോടാണോ പക, അവരോടെ പക വിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം പോലെ ഈ പാർട്ടിപ്പെട്ട ഒരാളെ കൊന്ന ആ പാർട്ടിപ്പെട്ട ഒരാളെ കൊല്ല, ആ നിയമം കൈയെടുക്കുന്ന പരിപാടികളൊന്നും ആ കാലത്ത് ജാഹിലിയത്തിൽ വരില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, അവർക്ക് ചില കാര്യങ്ങളൊക്കെ നുണ പറയില്ല, സത്യസന്ധരാണ് അവര്, അമാനത്ത് വിശ്വസ്തത അവർക്ക് വളരെയധികമുണ്ട്. അലി അള്ളാഹുവിന്റെ രക്ഷപ്പോ അങ്ങനെ അലി അള്ളാഹിനെ വിട്ടു രാവിലെ പോകുന്നു. അവരൊക്കെ ആകെ വഷളായി. അങ്ങനെയാണ് അവര് തെരാനേൽപ്പിക്കുന്നത്. റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർ പോയി. അവര് ഗാറ് സൗർ എന്ന് അറിയപ്പെടുന്ന സൗർ ഗുഹ, സൗർ പർവ്വതത്തിലെ ഗുഹക്കാണ് ഗാറു സൗർ എന്ന് പറയുന്നത്. അതിന്റെ അടുത്തെത്തി. ഏതാനും കിലോമീറ്ററുകളാണ് ഉള്ളത്. മക്കത്തുനിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉണ്ടാവും. അവിടേക്ക് നടന്നുപോയി. കാരണം ഒട്ടകത്തിന്റെ പുറത്ത് പോകാൻ കഴിയില്ല. അവരൊക്കെ അന്വേഷിക്കാൻ. ആ സമയത്ത് ആ ഗുഹയെ ചെന്ന് നോക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആദ്യം ഒന്ന് കയറി നോക്കട്ടെ. കാരണം വല്ല മൃഗങ്ങളോ കീടങ്ങളോ പാമ്പോ ഒന്നും അറിയില്ലല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യം അത് കയറി. റസൂലുള്ളാഹിനെ കയറാൻ അയച്ചില്ല. അങ്ങനെ കയറിയിട്ട് പൊത്തും മടക്ക് അടച്ചു, കല്ലെടുത്ത് അടച്ചു. കുറച്ച് അടക്കാൻ കിട്ടാഞ്ഞപ്പോ സ്വന്തം തുണി ചീന്തിയിട്ട് ആ തുണിക്കഷ്ണം വെച്ചിട്ട് എല്ലാ പൊത്തും അടച്ച് വളരെ ഭദ്രമാക്കി. റസൂലുള്ളാഹിന്റെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഒരു വിരിപ്പ്, ഒരു മുണ്ട് അവിടെ വിരിച്ചു കൊടുത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ മടിയിൽ തലയും വെച്ച് റസൂലുള്ളാഹി അവിടെ ഇരുന്നു എന്നാണ്. ശത്രുക്കൾ ഇങ്ങനെ വന്നാൽ കാണും, ശരിക്ക് കാണുന്ന രൂപത്തിലാണ്. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞത്, നമ്മളിപ്പോ പിടിക്കൂട്ടോ. അപ്പൊ റസൂലുള്ളാഹി സമാധാനപ്പെടുത്തുന്നു. ഖുർആനിലുണ്ട്, അല്ലാഹ് സഹായിച്ചിട്ടുണ്ട്. ആരനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാനിയസ്നൈൻ, രണ്ടുപേരിൽ രണ്ടാമത്തവനായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ റസൂലുള്ളാഹി, രണ്ടാളും മാത്രമേ ഉള്ളൂ. ഇദ്ഹുമാ ഫിൽ ഗാർ, അവര് സൗർ ഗുഹയിലായിരിക്കും. ഇത് യഖൂലു ലിസാഹിബിഹി, റസൂലുള്ളാഹി തന്റെ സാഹിബാകുന്ന അബൂബക്കർ റളിയല്ലാഹുവിനെ സമാധാനിപ്പിക്കാൻ. കാരണം അബൂബക്കർ റളിയല്ലാഹു വിഷമം അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റുമെന്നല്ല, റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും പറ്റുമെന്നാണ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ വിഷമിക്കണ്ട, അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹുവിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരൊക്കെ അന്വേഷിക്കാൻ നടക്കുകയാണ്. അന്വേഷണങ്ങളൊക്കെ ഒന്നും ഇങ്ങനെ കെട്ടടങ്ങിയപ്പോ ഒരാളെ കൂട്ടി. അദ്ദേഹത്തിന്റെ പേര് ഉറൈഖീത്ത്, അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖീത്ത് എന്നറിയപ്പെടുന്നു. അദ്ദേഹം മുസ്ലിം അല്ല. ആലോചിച്ചു, ശത്രു പക്ഷപാതപ്പെട്ട ആളാ, പക്ഷെ വിശ്വസ്തനാണ്. അതാണ് വിശ്വസ്തത എന്നുള്ളത് വലിയൊരു പ്രധാന അറിയിക്കണ കാര്യമാണ്. മയ്യത്ത് കുളിപ്പിക്കുന്ന പോലെ വിശ്വസ്തരായിരിക്കണം എന്ന് നിയമമുണ്ട്. കണ്ടവലൊക്കെ വിളിച്ച് കുളിപ്പിക്കാൻ പറ്റില്ല. എന്നിപ്പോ നമ്മളെ കുട്ടികൾക്കും ആൾക്കാർക്കും അറിയില്ല. ഞാൻ അതിനും പങ്കാളികളെ വിളിക്കേണ്ടി വരും. പങ്കാളികളെ വിളിക്കാതെ നടക്കാത്ത കോലത്തിൽ ഇതൊക്കെ ആളില്ല. വാസ്തവമാണ് പറയുന്നത്. രാത്രി 12 മണിക്ക് 12:30 ഓരോരുത്തർ വിളിക്കാം. ഒന്ന് വന്ന് പറഞ്ഞെന്നാ മതി, ഒന്ന് വരുമോ? അത്ര പോലും പ്രാഥമികമായിട്ടുള്ള അറിവ് നമ്മുടെ കുട്ടികൾക്കില്ല. ഞാൻ പറഞ്ഞത് മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു വിശ്വസ്തരായിരിക്കണം. ഒന്നും പറയാൻ പാടില്ല. പലതും ചിലപ്പോ കാണും മയ്യത്ത് കുളിപ്പിക്കുമ്പോ. അതൊന്നും മനസ്സിൽ വെറുപ്പുണ്ടാവാൻ പാടില്ല. ചിലതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ പറയാം, വിശ്വസ്തതക്ക് വലിയ സ്ഥാനമുണ്ട്. ഈ ഉറൈഖീത്ത് 2 കുതിരയും നോക്കി അവിടെ നിൽക്കാൻ. ഈ വിവരങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കുന്നത് ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കറിന്റെ മകൻ അബ്ദുല്ല. ഈ വിവരങ്ങളൊക്കെ ഇങ്ങനെ അറിയിച്ചു കൊടുക്കും. എപ്പോഴും ഭക്ഷണമൊക്കെ ഏറ്റുപോയി കൊണ്ടേ കൊടുത്ത് അറിയിച്ചു കൊടുക്കും. സുമയ്യ റളിയല്ലാഹു അൻഹ, സുമയ്യ റളിയല്ലാഹു അൻഹ, അവര് അബൂബക്കറിന്റെ മകള്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകള് ഭക്ഷണമൊക്കെ അങ്ങനെ കെട്ടിക്കൊടുക്കും. ദാത്തുൻ നിത്താഖൈൻ എന്നവരറിയപ്പെടുന്നു. ഇത് കെട്ടാൻ വേണ്ടി കയറൊന്നുമില്ല. ഞാൻ സ്വന്തം അരപ്പട്ട ചീന്തിയിട്ട് കെട്ടി. എന്നിട്ട് അസ്മാ ബിൻത് അബൂബക്കർ,
സുമയ്യല്ല, സോറി, അസ്മാ ബിന്ത് അബൂബക്കർ. അസ്മാ ആണ്. അന്ന് മുതൽ ദാത്തുൻ നിത്താഖൈൻ എന്നാണ് അസ്മാ ബിന്ത് അറിയപ്പെടുന്നത്. ദാത്തുൻ നിത്താഖൈൻ. രണ്ട് ഇത് റസൂലുള്ള അറിഞ്ഞപ്പോ പറഞ്ഞു, അരപ്പട്ടൊക്കെ ചീന്തിയിട്ട് കെട്ടിക്കൊടുത്തയച്ചപ്പോ റസൂലുള്ള പറഞ്ഞു, നിനക്ക് സ്വർഗത്ത് നിന്ന് അല്ലാഹു തആല 2 അരപ്പട്ട പ്രതിഫലം തരും. അങ്ങനെയാണ് അന്ന് മുതൽ ദാത്തുൻ നിത്താഖൈൻ എന്ന അസ്മാ ബിന്ത് അബൂബക്കർ അറിയപ്പെടുന്നത്. റസൂലുള്ള പോയി കാണല്ല. അന്നത്തെ ഫിർഔനാണ് അബൂജഹല്. നേരെ അസ്മാ ബീവിന്റെ അടുത്ത് വന്നു. എവിടെയാണ് നിന്റെ വാപ്പ പറഞ്ഞു തരണം, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഒരൊറ്റ അടിയിൽ കൊടുത്തു. ആ അടിയില് കമ്മല് തെറിച്ചു പോയി ചരിത്രം പറയുന്നുണ്ട്. അസ്മാ ബിന്ത് അബൂബക്കറിന്റെ കമ്മല് തെറിച്ചു പോയി. പിന്നെ വന്നു അബൂബക്കറിന്റെ വാപ്പ അബൂ ഖുഹാഫ. എവിടെയാണ് അബൂബക്കർ? അദ്ദേഹം ഒരു അന്ധനായിരുന്നു എന്നാണ്. അബൂബക്കറിനെ എനിക്കറിയില്ല, വാപ്പ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. പണം കൊണ്ടുപോയല്ലോ. പണം കൊണ്ട് എന്തിനാ അവൻ പോയത്? അപ്പൊ അസ്മാ ബിന്ത് ഒരു കീസയിൽ കുറച്ച് കല്ലുണ്ടായിരുന്നു. ആ കല്ലിങ്ങനെ കിലിക്കുക. അന്നൊക്കെ നാണയങ്ങളല്ലേ, ഏറെക്കുറെ ഇങ്ങനെ ക്യാഷ് കിലിങ്ങിയമാതിരി ഇങ്ങനെ വരുന്നതാണ്. അപ്പൊ അസ്മാ ബീവി ആ ഇതിങ്ങനെ കിലുക്കി കാണിച്ചു കൊടുത്തു. സ്വത്തൊക്കെ പെട്ട പോയിക്കണം, ഒന്നും കൊണ്ടുപോയില്ല. അപ്പൊ അവിടുന്ന് അബൂ ഖുഹാഫ പോയി. അങ്ങനെ ഒരു അടിയും കിട്ടി. ഇതൊക്കെ നടന്നിരുന്നു. 3 ദിവസം കഴിഞ്ഞ് ഒന്ന് പോവുക. അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖ് വഴിക്കും ഒരുപാട് മുഅ്ജിസത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു വഴിയില് കയറിയപ്പോ, ചെറിയൊരു വീട് കണ്ട് കയറിയപ്പോ അവിടെ ഒരാട് മാത്രം ഉള്ളത്. ആ ആട് മേയ്ക്കാൻ കൊണ്ടാകാൻ പറ്റാത്ത ഒരാടാണ്. അപ്പോ റസൂൽ എന്തെങ്കിലും വെള്ളം കുടിക്കാണ്ടോന്ന് ചോദിച്ചു. ഒന്നുമില്ല. ഈ ആടിനെ കറന്നോട്ടെ എന്ന് ചോദിച്ചു. അല്ല, അത് കറക്കാനൊന്നും പറ്റില്ല, വെയ്യാത്തൊരാടാന്ന് പറഞ്ഞപ്പോ അതിന്റെ അകിടിൽ റസൂൽ ഒന്ന് തടഞ്ഞപ്പോ ഇഷ്ടം പോലെ പാല് കിട്ടിയെന്ന്. ഒരുപാട് പാല് കിട്ടി. അവര് കുടിച്ചു, വീട്ടുകാർ കുടിച്ചു. ആ വീട്ടുകാരൻ വരാൻ വേണ്ടി കുറച്ച് അവർക്ക് എടുത്തു വെച്ചു. വന്നപ്പോ ചോദിച്ചു ആരാന്ന് ചോദിച്ചപ്പോ 1,00,000 ഒക്കെ പറഞ്ഞു കൊടുത്തു. എങ്ങനെയുണ്ട്? ഇങ്ങനെ വലിയ നീണ്ട ആളും അല്ല, എന്നാ ഒരു ഉയരം കുറഞ്ഞ ആളും അല്ല. നിറ എന്താന്ന് വെച്ചാൽ പിന്നെ നിറാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഇതന്നെ ആയിരിക്കും മക്കയിൽ വന്നിട്ടുള്ള മുഹമ്മദ് എന്ന് ഞാൻ അനുമാനിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു പോകാൻ. അങ്ങനെ പോയിട്ട് ഇത് നടക്കുന്നത് സഫർ 27 പുറപ്പെടുന്നത്. മക്കത്തുനിന്ന് പുറപ്പെടുന്നത് സഫർ 27. ഹിജ്റ മുഹറത്തിലല്ല, അത് റബീഉൽ അവ്വൽ. പോയി അവർ മദീനത്തെത്തിയിട്ട് എന്നും മദീനക്കാരിങ്ങനെ സന്തോഷിച്ചിരിക്കുക. റസൂലുള്ള വരും, അബൂബക്കർ വരും, സന്തോഷിക്കുക. എന്നും പോയി നോക്കും. അതാണ് മിൻ സനിയാത്തിൽ വദാഇ. സനിയത്തുൽ വദാഇ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിന്റെ ബോർഡറിനാ പറയാ. നമ്മള് പാകിസ്ഥാന്റെ ബോർഡർ, അപ്പുറത്ത് പോയ ബംഗ്ലാദേശിന്റെ ബോർഡർ. ആ ബോർഡറിന് പറഞ്ഞ പേരാണ് സനിയത്തുൽ വിദാഇ. 2 കുന്ന്, ആ കുന്നുകളുടെ ഇടയാണ്. ആര് ഒരു നാട്ടിൽ വന്നാലും സനിയത്തുൽ വിദാഇ കൊണ്ടുപോയിട്ട് യാത്രയാക്കും. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരാള് പിന്നെ സൗദി അറേബ്യക്ക് പോവുകയാണെങ്കിൽ എയർപോർട്ടിൽ കൊണ്ടുപോയി വിടും, കരിപ്പൂരോ അല്ലെങ്കിൽ കൊച്ചിയിലോ. അത് സനിയത്തുൽ വിദാഇ. അതാണ് സനിയത്തുൽ വിദാഇ. അവിടെ അങ്ങനെ വന്നു നോക്കും. എപ്പോഴും ആളെത്തുന്നുണ്ടോ നോക്കാൻ വേണ്ടി. എത്തൂല. അവസാനം ഇനിയിപ്പോ എന്നാ വരികയെന്നറിയില്ല. ഇതൊന്നുമില്ലല്ലോ, മൊബൈലും വാട്സപ്പും ഒന്നുമില്ലല്ലോ. ഇനി വരണ്ടാവില്ല, വരുമ്പോ വരട്ടെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഒരു ജൂതം വന്ന് പറയണത്. അദ്ദേഹം തെങ്ങെത്താൻ എന്തോ കയറിയതാണ്. തെങ്ങിന്റെ മുകളിൽ, തെങ്ങല്ല സോറി, മറ്റേ എന്താ പറയാ, ഈത്തപ്പന പറിക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് ദൂരം നിന്ന് വരുന്നുണ്ട്. അദ്ദേഹം പോയി ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കാത്തിക്കണം, മുഹമ്മദ് വരുന്നുണ്ട്. അവരെല്ലാവരും കൂടി വന്ന് സ്വീകരിക്കാൻ. അപ്പോഴാണ് ആ പദ്യമൊക്കെ പാടിയത്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ. സനിയത്തുൽ വദാഇലൂടെ ചന്ദ്രൻ ഉദിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള, അബൂബക്കർ, അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖ് 3 ആളെയും കൊണ്ടുപോവുകയാണ്. പക്ഷെ ആർക്കും അറിയില്ല ആരാണ് നബി, ആരാണ് അബൂബക്കർ, ആരാണ് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖ്. ഇതിലെ ഒരാള് നബി ഉണ്ട്, പക്ഷെ ആരാന്നറിയില്ല. ചിലരൊക്കെ അബൂബക്കറിനോടൊന്ന് പറയണ്ടേ നബിയാണെന്ന് വിചാരിച്ചിട്ട്, ചിലരൊക്കെ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിന്റെ അടുത്ത് പോയിട്ട് ഓരോന്ന് പറയണ്ടേ നബിയാന്ന് വിചാരിച്ചിട്ട്, ചിലർ മുഹമ്മദിനെ വരുത്തി വരുന്നുണ്ട്. അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു വാക്ക് പറഞ്ഞു, നബിയെ ബഹുമാനിച്ചുകൊണ്ട്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇതാണ് നബി. എപ്പോ അവിടെ പോയിട്ട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിന്റെ അടുത്ത് വന്ന് ഓരോരുത്തരും പറയാം, എന്റെ അടുത്തേക്ക് വരണം, എന്റെ വീട്ടിൽ വരണം. അന്നത്തെ ആദിത്യ മര്യാദക്ക് അങ്ങനെയാണ്, എന്റെ വീട്ടിൽ വരണം, എന്റെ വീട്ടിൽ വരണം. അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ദഅഹാ ഇന്നഹാ മഅ്മൂറ, എല്ലാരും ഒട്ടകത്തെ പിടിച്ചു വലിക്കാൻ. അപ്പൊ നിങ്ങൾ വിട്ടോളി. ആ ഒട്ടകത്തിന് ഒരു നിഗമനം ഉണ്ടാവും, അത് കൽപ്പിക്കപ്പെടുന്ന ഒട്ടകമാണ്. അവസാനം ആ ഒട്ടകം മുട്ടുകുത്തിയത് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുറ്റത്താണ്. അങ്ങനെ അവിടെയാണ് താമസിച്ചത്. താമസിക്കുമ്പോ താഴെ നബിയെ കടത്തിയിട്ട് മേലെ ഇവരെ ഫാമിലി പോയി താമസിക്കുക. ആകെ 2 തട്ടുള്ള ഈത്തപ്പനോട് ഉണ്ടാക്കുന്ന തട്ട, പഴയ കാലത്തെ തട്ടുള്ള മാതിരിയാണ്. കൊണ്ടുപോയി താമസിച്ചപ്പോ അദ്ദേഹം ഇറങ്ങി എന്ന് പറഞ്ഞു, റസൂൽ നിങ്ങളെ മോള് കടക്കാൻ എനിക്ക് കഴിയണില്ല, ഉറക്കം വരുന്നില്ല, ഞാൻ താഴെ തന്നെ കടന്നോളാം എന്ന്. പിന്നെ ഞാൻ താഴത്തിറക്കം, നിങ്ങൾ മോള് കടന്നോളാം. റസൂൽ അപ്പൊ മോളിൽ പോയി കടന്നു.
പിന്നെ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു, എനിക്ക് മുകളിലാവുമ്പോൾ ആൾക്കാർക്ക് കാണാൻ വരാനോ അങ്ങോട്ട് പോകാനൊക്കെ പ്രയാസ, ഞാൻ താഴത്തേക്കാൻ ഇറങ്ങിക്കോളാം. അങ്ങനെ അവിടെ കുറെ കാലം താമസിച്ചു. ആ സമയത്താണ് മസ്ജിദ് ഖുബ നിർമ്മിക്കുന്നത്. പിന്നെ റസൂലുള്ളാഹിന്റെ മദീനത്തെ ജീവിതകാലത്ത് മസ്ജിദുൻ നബവി നിർമ്മിക്കാം. മസ്ജിദുൻ നബവി നിർമ്മിച്ചിട്ടും റസൂലുള്ളാഹി ഇടയ്ക്കിടയ്ക്ക് മസ്ജിദ് ഖുബായിൽ പോയി നിസ്കരിക്കും. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അത് മസ്ജിദുൽ ളിറാർ, അത് സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് വേറെ പറയാം. അവിടെ പോയി നബി നിസ്കരിക്കും. ഇന്ന് മദീനത്ത് പോണോല് മസ്ജിദ് ഖുബായിൽ പോയിട്ട് 2 റക്അത്ത് നിസ്കരിക്കും. ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി മസ്ജിദ് ഖുബായിലാണ് നടക്കുന്നത്. ആലോചിച്ചു, ആ സഹാബികളെ പറ്റി പോയിട്ട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലു, വീടും ഈമാനും ഒരുക്കി വെച്ച ആളുകൾ, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജറ വരുന്നവരെ അവർ ഇഷ്ടപ്പെടുന്നു, ആ സ്വീകരണം. വലാ യജിദു ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു, അവർക്ക് നൽകുന്നതിലൊരു ആവശ്യം പോലും അവർ പ്രകടിപ്പിക്കുന്നില്ല. മാത്രല്ല അവരെന്ത് ഹാജത്തൻ ഫീ സുദൂരിഹിം വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് പോലും ദാരിദ്ര്യമുണ്ടെങ്കിലും അവർ മറ്റുള്ളവരെ തെരഞ്ഞെടുക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ട, ഞങ്ങൾക്കുള്ളതൊക്കെ നിങ്ങൾ ഈ വരുന്നവർക്ക് കൊടുത്തോളി, എല്ലാം കൊടുത്തോളി. അവരെ വീട് കൊടുത്തു, 2 വീടുള്ളവരൊരു വീട് കൊടുത്തു, 2 റൂമുള്ളവരൊരു റൂം കൊടുത്തു, 2 ഭാര്യമാരുള്ളവര് ഒരു ഭാര്യയെ തൊലാക്ക് ചൊല്ലിയിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ സ്വീകരിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ എടുത്ത് പറയുന്നത്. അതാണ് വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മനസ്സിന്റെ ഈ പിഷ്കത്രം പോയാൽ തന്നെ ഓൻ വല്ലാതെ വിജയിക്കും എന്ന് അല്ലാഹു തആല ആ മദീനയിലെ അൻസാരികളായ സഹാബികളെ പറ്റി പരിചയപ്പെടുത്തി പരിശുദ്ധ ഖുർആനിലെ ആയത്ത് പോലും ഇറക്കിയിട്ടുണ്ട്. ആ ഒരു വലിയ സംഭവമാണ് ഹിജറ. ആ ഒരു ഹിജറയുടെ വർഷമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ വരുന്ന മുഹറം മാസം. ആദ്യമായി ഒറ്റ പോയിന്റ് മനസ്സിലാക്കുക, അത് നഹ്സിന്റെ മാസമല്ല, അത് പുണ്യമാസമാണ്. ഷഹറുല്ലാ എന്ന് അല്ലാഹു തആല ചേർത്ത് പറഞ്ഞ മാസം. ബാക്കി കാര്യം ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാനരെ, 2 കാര്യം സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, എല്ലാ വെള്ളിയാഴ്ച, എല്ലാ മാസത്തെയും 2ാമത്തെ വെള്ളിയാഴ്ച നമ്മൾ KNMന്റെ ഒരു കേന്ദ്ര പള്ളി നിർമ്മാണ ഫണ്ടുണ്ട്. അതിലേക്ക് സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ട്. അത് അടുത്ത ആഴ്ചയാണ്. ഇനി അന്ന് മാത്രമേ പറയുള്ളൂ, മുമ്പ് ഓർമ്മപ്പെടുത്തൂല. അപ്പൊ എല്ലാ മാസവും 2ാമത്തെ ആഴ്ച നമ്മുടെ കേന്ദ്ര പള്ളി നിർമ്മാണ ഫണ്ടിലേക്കുള്ള എന്തെങ്കിലും ചെറിയ സംഭാവനകൾ നിങ്ങൾ കരുതി വരണം എന്ന് അറിയിക്കുന്നു. 2ാമത്തെ കാര്യം, KNMന്റെ പോഷക ഘടകമായ ISM പല പ്രവർത്തനങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അവർ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്രാവശ്യം കോഴിക്കോട് അടുത്ത ഞായറാഴ്ച കോഴിക്കോട് യൂണിവേഴ്സിറ്റിന്റെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രൊഫഷണലുകൾക്കുള്ള ഫാമിലി പ്രൊഫക്സ് എന്ന പേരിൽ നടത്തുന്നുണ്ട്. പിന്നെ പ്രൊഫഷണലുടെ ഫാമിലി മീറ്റാണ്. അപ്പൊ പ്രൊഫഷണലുകളായ ആളുകൾ അവരുടെ ഫാമിലി സഹിതം അവിടെ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. അത് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. ബന്ധപ്പെട്ടവരെ കണ്ടാൽ അത് നിങ്ങൾക്ക് ചെയ്യാം. വളരെ ഉപകാരപ്രദമായിരിക്കും. നല്ല ക്ലാസ്സുകൾ ഉണ്ടാവും, നല്ല പ്രഭാഷണങ്ങൾ ഉണ്ടാവും, കാര്യങ്ങൾ സംശയ നിവാരണങ്ങൾ ഉണ്ടാവും. അത് പ്രത്യേകിച്ച് പ്രൊഫഷണലൊക്കെ ആവുമ്പോൾ അവരുടെ കുടുംബത്തിന് ദീനിയായി പഠിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. അതിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്ന് കൂടി കൂട്ടത്തിൽ അറിയിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ولا تجعله ملتبسا علينا فنضل واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.